ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകളിലൊന്നാണ് നമ്മുടെ ഗണേശൻ്റെ ഗണപതി സ്തോത്രം ഉണ്ടല്ലോ, സങ്കടനാശന ഗണപതി സ്തോത്രം ഞാൻ ദിവസവും ചെല്ലാറുള്ളതാണ്. ഇത് ഞാൻ പണ്ടൊരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്കൊരു ബുക്ക് ഒരമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കിട്ടിയതല്ല, അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നവരോട് ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ പേര് സർവദോഷ പരിഹാര സ്തുതികൾ എന്നാണ്. ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിന് കിട്ടിയ നാൾ മുതൽ ഞാൻ ഈ നാമം ചൊല്ലാറുണ്ടായിരുന്നു. അതിൽ ഓരോ നാമത്തിൻ്റെ അടിയിലും അത് ചെല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഗണപതി സ്തോത്രം ചെല്ലുമ്പോൾ അതിൽ നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറും. ധനം, വിദ്യ, സന്താന ലാഭം എന്നിങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് ചെല്ലാൻ തുടങ്ങിയത്. പിന്നെ ശിവൻ്റെ ഒരു നാമമുണ്ട്, ദാരിദ്ര്യദഹന ശിവസ്തോത്രം എന്ന് പറഞ്ഞുള്ള. അപ്പോൾ അതും ഞാൻ ഇതിൽ കണ്ടു. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ദിവസവും ഞാനിത് ചൊല്ലുമായിരുന്നു. വിശ്വേശ്വരായ നരകാരണവതരണായ എന്നുള്ളൊരു നാമം. ഇതെനിക്ക് ട്യൂണിലൊന്നും ചെല്ലാൻ അറിയത്തില്ല, എനിക്ക് ഒട്ടും ട്യൂണൊന്നുമില്ല. ഞാനങ്ങ് സാധാ ചെല്ലുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ചെല്ലുമായിരുന്നു. പിന്നെ അതുപോലെ സൂര്യഭഗവാന്റെ ഒരു നാമമുണ്ട്, അതും ദിവസവും ചെല്ലുമായിരുന്നു. ആദ്യം അത് ചെല്ലാറ് മാത്രമേ ഉള്ളായിരുന്നു. അതിൽ പിന്നെയാണ് ഞാൻ സൂര്യന് വെള്ളം അർപ്പിച്ചുകൊണ്ട് നാമം ചെല്ലാൻ തുടങ്ങിയത്. അതിലും സൂര്യൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു നാമമാണ്. ആദിത്യം പ്രഥമം നാമം, ദ്വിതീയം ദിവാകരം എന്ന് പറഞ്ഞു സൂര്യൻ്റെ 12 നാമങ്ങളുണ്ട്. അത് ചൊല്ലിക്കൊണ്ടുള്ള ഒരു നാമം, അതും ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ വീട്ടിലെ അമ്മ ചൊല്ലുന്നത് കേട്ടിട്ടുള്ളത് നമ്മുടെ സന്ധ്യാനാമവും പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു നാമമുണ്ടല്ലോ, അത് രണ്ടുമായിരുന്നു ദിവസവും ചൊല്ലുന്നത്. രാമരാമ എന്നുള്ളൊരു നാമവും കൃഷ്ണ ഹരേ എന്നുള്ള ഒരു നാമവും, ഇത് രണ്ടും ദിവസവും ചൊല്ലുമായിരുന്നു. പക്ഷേ എനിക്ക് നല്ലപോലെ ചൊല്ലാൻ അറിയില്ല ഈണത്തിലൊന്നും. എൻ്റെ അനിയത്തിയൊക്കെ ചൊല്ലുമായിരുന്നു. അവർ നല്ലതുപോലെ രാഗവും താളത്തിലൊക്കെ ചെല്ലും. അതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെയും അവർ ഭജന ചിറപ്പ് പോലെ വയ്ക്കും. അപ്പോൾ അവിടെ എല്ലാം പോയി ചൊല്ലും. ഞാൻ ഇതിനൊന്നും പോകാറില്ല. പോവും, പക്ഷേ എനിക്ക് ചൊല്ലാൻ അറിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഞാൻ പുറകിൽ പോയി ഇരിക്കാറേ ഉള്ളായിരുന്നു. എനിക്ക് അത് ഈണത്തിൽ ചൊല്ലാൻ അറിയാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഈണത്തിലൊന്നും ചൊല്ലാൻ അറിയില്ല. ഞാൻ ജസ്റ്റ് നാമം വായിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാഗവും ഒന്നുമില്ല. അങ്ങനെ അത് ദിവസവും ചൊല്ലാൻ തുടങ്ങി ഈ നാമങ്ങൾ. അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാൻ പിന്നീട് ട്യൂഷൻ തുടങ്ങുകയും അതിലൂടെ എൻ്റെ വരുമാന മാർഗം കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. അത് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാമം ഞാൻ സ്ഥിരമായിട്ട് ചെല്ലാറുണ്ടായിരുന്നുള്ളത് പിന്നീടാണ്. അതിൽ നിന്നായിരിക്കും എനിക്ക് ആ മാറ്റം ഉണ്ടായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ശിവനാമം ദാരിദ്ര്യദഹന സ്തോത്രം എന്നുള്ള ആ നാമം അത് ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുമായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ആംറസും പൂരിയാണ് കേട്ടോ രാവിലെ. അത് ആംറസ് നമ്മുടെ മാങ്ങ വാങ്ങിയത് കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ, അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം പൂരിയുടെ കൂടെ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പൂരിയും ആംറസുമാണ് ഇന്ന് ഉണ്ടാക്കിയത്. മാങ്ങ മിക്സിയിൽ അടിച്ചാൽ മതി. അത് ചെറിയ പീസാക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കായും ചേർക്കാം. ഏലക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് വേണം. അപ്പം അത് രണ്ടും ഉണ്ടാക്കി രാവിലത്തെ കാപ്പി ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.